ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു ഇടിക്കൽ പൊടിക്കൽ ദിവസമായിരുന്നു. കാരണം മതിൽ ഒന്ന് അകത്തേക്കാക്കി കൊടുക്കാൻ, വളവിൻ്റെ അവിടെയാണ് ഞങ്ങളെ വീടിരിക്കുന്നത്. അപ്പം മതിലിൻ്റെ ഞങ്ങളുടെ വളവ് ഒന്ന് അകത്തേക്കാക്കി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒന്നാം തീയതി ആയിട്ട് വന്ന് എന്തോ ഒരു മഹാൻ ഇടിച്ചു. അതുകൊണ്ട് തന്നെ ഇടിക്കും പൊടിക്കുമായിട്ട് നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ വീടിൻ്റെ ഒരു സൈഡ് മുഴുവൻ നീളത്തിന് വഴിയാണ്. അപ്പം ഈ വീടിരിക്കുന്നതിൻ്റെ 3 സൈഡും വഴിയാണേ. അപ്പോൾ ഇതെൻ്റെ റംബൂട്ടാനാണ്, കായ്കളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് അപ്പുറത്തുള്ള നിഹാർ വീടാണ് ആ കാണുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് വശം ഇവിടെയാണ് കേട്ടോ. ഇത് ആണ് ഇടിച്ചിട്ടൊക്കെ ഇട്ടേക്കുന്നതാണേ. അപ്പോൾ ഇടിച്ച് കമ്പിയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് അളവിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവിടെ നിൽക്കുന്നുണ്ട്. ഇടിച്ച കല്ല് പഴയ വെട്ടുകല്ലായിരുന്നു, അതെല്ലാം പറക്കി അവിടെ കിട്ടിയതെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം റോഡിൽ കുഴികളുള്ള ഭാഗത്തിട്ടു. അമ്മയും അപ്പുറത്തെ ചേച്ചിയും കൂടെ എന്തൊക്കെയോ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്, തങ്ക ചേച്ചി. പിന്നെ ഇത് നമ്മുടെ ആ ഒരു പീസ് ലില്ലിയൊക്കെ നിന്ന സ്ഥലമാണ്, ഓർക്കിഡൊക്കെ ഇട്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന ചെടികളെല്ലാം കൂടി പിഴുതതും അല്ലാത്തതും ചട്ടിയിലിരുന്നതും എല്ലാം കൂടി ഇവിടോട്ട് കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടുണ്ടേ. എൻ്റെ താമരയും ഒക്കെ ഇവിടെ ഇട്ടേക്കാണ്. അപ്പോൾ താമരയൊക്കെ ഒരു രക്ഷയില്ല. പിന്നെ ചെമ്പരത്തി ഇതുണ്ടായിരുന്നു, തെറ്റി ഉണ്ടായിരുന്നു, പിന്നെ മുല്ല, റോസ, തറയിൽ നട്ടിരുന്ന എല്ലാ ചെടികളും കൂടി ഞാൻ ഈ പോട്ടിൽ തന്നെ ഇട്ടിട്ടുണ്ട്. കാരണം വെള്ളം പിടിച്ച് അവിടെ കിടക്കട്ടെ എന്ന് കരുതി. 2 ദിവസം നടാനായിട്ട് സമയമൊന്നുമില്ലായിരുന്നു. ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ മതിൽ ഇടിച്ചിട്ട് വീണ്ടും ഇടിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ആദ്യം ഇടിച്ച് വളച്ച് കുറച്ച് കെട്ടി, ഫൗണ്ടേഷൻ കെട്ടി, ബേസ്മെൻറ്റായി. അത് കഴിഞ്ഞ് വീണ്ടും ഇടിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഇടിച്ചു. അപ്പോൾ ഇന്ന് വന്ന് നോക്കിയപ്പോൾ വീണ്ടും എന്തൊക്കെയോ പ്രശ്നങ്ങൾ. അങ്ങനെ വീണ്ടും ആ മതിൽ ഒന്നേന്ന് ഇടിച്ച് പൊളിച്ച് വീണ്ടും ഇട്ടേക്കാണ്. അപ്പം നാളെ വന്നിട്ട് ഇനി ബേസ്മെൻറ്റ് ഇടിച്ച് ഒന്നും കൂടി അകത്തേക്ക് ആക്കണം. അപ്പോൾ ഇന്ന് ഞാൻ എടുത്ത സമയത്ത് ഇത്ര ആയിരുന്നുള്ളൂ. പിന്നെ കെട്ടൊന്നും തുടങ്ങിയില്ലായിരുന്നു. ഇപ്പോൾ കെട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കെട്ട് തുടങ്ങിയതും ഇതിനകത്തുണ്ടേ, ഇടിച്ച് പൊളിച്ചിട്ടേക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ വെച്ച് ഇവർ ബേസ്മെൻറ്റ് കെട്ടിയിട്ട് മേശിരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മേശിരി എടുത്ത് വെച്ചു. പിന്നെ മേശിരിയുടെ കൂടെ ഒരു ഹെൽപ്പറും കൂടിയുണ്ട്. ഹെൽപ്പർ എല്ലാം കൂടി സഹായിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്ലാവ് നിന്ന് അതിനെ ഞാനും പവിയും കൂടെ മുറിച്ചൊരു പരുവത്തിലാക്കിയിട്ടുണ്ട്. പവി അവിടെ എന്തൊക്കെയോ അപ്പാപ്പനോട് സംസാരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാനിവിടെ വന്നിരുന്നു. ഇതാണ് നമ്മുടെ ആ ഒരു പുതിയ കെട്ടിന്. ഇതിവിടെ കൂടെ ശരിയാക്കണം. ഇവിടെ സെപ്പറേറ്റ് ഒരു ചെറിയൊരു പോർഷൻ പുറച്ചോട്ട് വരും. അതുകൊണ്ടാണ് പിന്നെ അവിടെ കെട്ടാതിരുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ.